ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. ഭൂമിയിൽ മാത്രമാണ് ജീവനെന്ന മഹാത്ഭുതം രൂപപ്പെട്ടു വന്നത് എന്ന ഇടുങ്ങിയ ചിന്തകളിൽ നിന്നും നമ്മൾ ചിന്തിക്കുവാനായി ആരംഭിക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യം അതല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനേകം ആകാശഗോളങ്ങൾ നമുക്ക് ചുറ്റുമായുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയെപ്പോലെ തന്നെ കാറ്റും കോളും നദിയും പുഴയും ഇടിയും ഇടിമിന്നലും സമുദ്രങ്ങളും ഉണ്ടായിരുന്ന ചൊവ്വ മുതൽ അതങ്ങനെ പോകുന്നു. ശാസ്ത്രപരമായി പുതിയ അറിവുകൾ നേടി വളർന്നുകൊണ്ടിരുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ജീവന്റെ തുടുപ്പുകൾ കാണാം എന്ന സൂചനകൾ നൽകിക്കൊണ്ട് കടന്നു വന്ന ആകാശഗോളമായിരുന്നു യൂറോപ്പ. 1610 ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലിയാണ് വ്യാഴത്തെ വലയം വെക്കുന്ന യൂറോപ്പ എന്ന ഹിമഭീമനെ ആദ്യമായി കണ്ടെത്തുന്നത്. ഭൂമിയിലെ 5 മഹാസമുദ്രങ്ങളിലെയും അനേകം നദികളിലെയും പുഴകളിലെയും കാർമേഘങ്ങളിലെയും ചെറുകടലുകളിലുമായി കാണുന്ന ജലത്തിനേക്കാളും കൂടുതൽ ജലം യൂറോപ്പ എന്ന ഗ്രഹത്തിന്റെ മഞ്ഞുപാളികൾക്കിടയിൽ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മഹാസമുദ്രങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്കറിയാം. ഭൂമിയിൽ ജീവന്റെ തുടുപ്പുകൾ അതിന് രൂപം കൊണ്ടുവന്ന മഹാസമുദ്രങ്ങളെപ്പോലെ തന്നെ ജലം നിറഞ്ഞ വൻ മഹാസമുദ്രങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ജീവൻ രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകളും അത്രമാത്രം വലുതാണ്. സൂര്യനിൽ നിന്നും അനേകം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെ സ്ഥിതി ചെയ്തിട്ടും എന്തുകൊണ്ട് യൂറോപ്പയിൽ ദ്രാവക രൂപത്തിലുള്ള സമുദ്രങ്ങൾ രൂപപ്പെട്ടു വന്നു എന്ന ചോദ്യം പിന്നെയും ബാക്കിയായി വന്നു. അതിനുള്ള ഉത്തരം നൽകിയതാകട്ടെ ടൈഡൽ ഹീറ്റിംഗ് എന്ന പ്രതിഭാസം വഴിയും. യൂറോപ്പിലെ സമുദ്രങ്ങൾ ദ്രാവക രൂപത്തിൽ കാണുവാനുള്ള കാരണം സൂര്യനിൽ നിന്നും അതിന് ലഭിക്കുന്ന ഊർജം കൊണ്ടല്ല, മറിച്ച് ജൂപ്പിറ്ററും അതിൻ്റെ ഉപഗ്രഹങ്ങളായ അയ്യോയും ഗാനിമേഡും കാലിസ്റ്റോയും യൂറോപ്പയുടെ മേൽ നടത്തുന്ന ശക്തമായ ഗുരുത്വാകർഷണത്തിൻ്റെ വ്യാഴത്തിന് വലയം വെക്കുന്ന സമയം അതിൻ്റെ പാതയ്ക്ക് വരുന്ന വ്യതിയാനം മൂലം അതിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് യൂറോപ്പയ്ക്കുണ്ടാകുന്ന സ്ട്രെച്ചിങ്ങും സ്ക്വീസിങ്ങും മൂലം മാൻഡിലിനും ഐസ് പാളികൾക്കുമിടയിൽ നിരന്തരമായ ഫ്രിക്ഷൻ രൂപപ്പെടുകയും തന്മൂലം താപം പുറത്തുവിടുകയും ചെയ്യുന്നു. ടൈഡൽ ഫ്ലെക്സിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകുന്ന താപം മൂലമാണ് യൂറോപ്പിലെ സമുദ്രങ്ങളിലെ ജലം ഇന്നും ദ്രാവക രൂപത്തിൽ നിലനിന്നു പോരുന്നത്. അങ്ങനെ ഇതിനെ തുടർന്ന് ഭൂമിയുടേതിന് സമാനമായ ഹൈഡ്രോതെർമൽ വെന്റുകൾ യൂറോപ്പയുടെ സമുദ്രങ്ങൾക്ക് കീഴെ ഓഷ്യൻ ഫ്ലോറുകളിൽ രൂപം കൊണ്ടുവരികയും അവിടെ ജീവൻ രൂപപ്പെട്ടു വരുവാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ കൂടെ ഹൈഡ്രോതെർമൽ വെന്റുകൾ പകരം ഊർജത്തിന്റെ ഉറവിടമായി മാറുകയും സൂക്ഷ്മജീവികൾ കീമോസിന്തസിസ് വഴി ഹൈഡ്രജൻ സൾഫൈഡിനെ മീഥേനെ ഊർജമാക്കി മാറ്റുകയും ചെയ്യുന്നു. കൂടാതെ ഹൈഡ്രോതെർമൽ വെന്റുകളിൽ കൂടി യൂറോപ്പയുടെ മാൻഡിൽ നിന്നും പുറത്തു വരുന്ന മിനറലുകളും കെമിക്കലുകളും ചേരുന്നതോടുകൂടി ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റ് അവിടെ രൂപം കൊണ്ട് വരികയും ചെയ്യുന്നു. ഭൂമിയിലെ ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് സമീപം ജീവജാലങ്ങൾ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും മൈക്രോസ്കോപ്പിക്കോ സിംഗിൾ സെൽ ആയിട്ടുള്ള ജീവജാലങ്ങൾ ഒരു എക്കോസിസ്റ്റം രൂപപ്പെടുത്തി എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ തന്നെ ഈ വർഷം ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകം അതിൻ്റെ യാത്രയിൽ ഒരു പക്ഷേ യൂറോപ്പ എന്ന ഗ്രഹത്തിൽ ജീവന്റെ തുടുപ്പുകളെക്കുറിച്ചുള്ള വിവരണങ്ങളും അധികം താമസിയാതെ തന്നെ നമുക്ക് ഒരു പക്ഷെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയും ചെയ്യപ്പെട്ടേക്കാം. അന്ന് ആ ദിനത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവൻ എന്ന മഹാത്ഭുതം രൂപം കൊണ്ടുവന്ന എന്ന നമ്മുടെ തെറ്റിദ്ധാരണകളും എന്നേക്കുമായി മാറുകയും ചെയ്യുമായിരിക്കാം. ഒരു പക്ഷേ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം 1968 സ്റ്റാൻലി കുബ്രിക്ക് പുറത്തിറക്കിയ എ സ്പേസ് ഒഡീസി മുതൽ 2013 പുറത്തു വന്ന യൂറോപ്പ റിപ്പോർട്ട് വരെ അനേകം ഹോളിവുഡ് സിനിമകളുടെ ഇതിവൃത്തമായി യൂറോപ്പ കടന്നു വരുന്നതും എന്ന് നമുക്ക് കരുതാം. മനുഷ്യൻ ഇന്നുവരെ വ്യക്തമായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടെ ഇന്നും അനേകം മനുഷ്യർ വിശ്വസിച്ചു പോരുന്നത് കോടിക്കണക്കിന് ജീവൻ നിറഞ്ഞ ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമി എന്നുമാണ്. ഒരു പക്ഷേ ആ ചിന്തകളെല്ലാം ശരിയുമായിരിക്കാം. വരുന്ന വർഷങ്ങളിലോ വരുന്ന പതിറ്റാണ്ടുകളിലോ അല്ലെ ഇനി വരുന്ന തലമുറകളോ അതിന് വ്യക്തമായ ഉത്തരവും നമുക്ക് നൽകുകയും ചെയ്തിരിക്കും. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഈ കൊച്ചു ഭൂമിയാണ് എന്നൊരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകളായി നടത്തിയ നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഫലമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അനേകം നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. മനുഷ്യനിർമ്മിത പേടകങ്ങളുടെയും
ടെലിസ്കോപ്പുകളുടെയും സഹായത്തോടെ നമ്മുടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുവാനുമായി ആരംഭിച്ചു. അന്നെല്ലാം മനുഷ്യനെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങളിലൊന്നാണ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ, അതോ ജീവൻ തുടിക്കുന്ന കോടിക്കണക്കിന് ആകാശഗോളങ്ങൾ നമുക്ക് ചുറ്റുമായുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിച്ച് മനുഷ്യൻ യാത്രകൾ ആരംഭിച്ചത് സൗരയൂഥത്തിൽ നിന്നും തന്നെയായിരുന്നു. ബുധനും ശുക്രനും ചൊവ്വയും വ്യാഴവുമെല്ലാം മനുഷ്യനിർമ്മിത പേടകങ്ങളാൽ പഠനം നടത്തിയ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് സാറ്റേണിലായിരുന്നു. സാറ്റേണിനെ അടുത്തറിയുവാനായി പൈനിയർ 11ഉം വോയേജറുമെല്ലാം അതിൻ്റെ സമീപത്തു കൂടി യാത്രകൾ നടത്തിയെങ്കിലും സാറ്റേണിനെ അതിനെ വലം വെക്കുന്ന ഉപഗ്രഹങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മനുഷ്യന് നേടിത്തന്നത് 1997 നാസ വിക്ഷേപിച്ച് 2004 ജൂലൈ 1 സാറ്റേണിൽ എത്തിച്ചേർന്ന, പിന്നീടുള്ള 13 വർഷങ്ങൾ അവിടെ തുടർന്ന് പോന്ന കസീനി ഹൈജീൻസ് ദൗത്യമായിരുന്നു. ഈ 13 വർഷ കാലയളവിൽ മനുഷ്യനെ ഞെട്ടിക്കുന്ന പല കണ്ടെത്തലുകളും കസീനി പേടകം നടത്തുകയുണ്ടായി. സാറ്റേണിനെ വലം വെച്ചുകൊണ്ടിരുന്ന കസീനി പേടകം ഒരിക്കൽ സാറ്റേണിൻ്റെ ഉപഗ്രഹമായ എൻസിലാഡസിന് സമീപത്തു കൂടി പോവുകയും ഒരു പക്ഷേ എൻസിലാഡസിൽ ജീവന്റെ തുടിപ്പുകൾ കാണാമെന്നുള്ള ആദ്യ സൂചനകൾ നൽകുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവൻ രൂപം കൊള്ളുവാനായി പ്രധാനമായും വേണ്ട ഘടകങ്ങളിലൊന്ന് ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യമാണ്. രണ്ടാമതായി ഊർജവും മിനറലുകളുടെ സാന്നിധ്യവും. ഏകദേശം 500 കിലോമീറ്റർ വ്യാസം വരുന്ന എൻസിലാഡസ് ബഹിരാകാശത്തേക്ക് പുറന്തള്ളുന്ന നീരാവിയിൽ നിന്നും 2 കാര്യങ്ങൾ വ്യക്തമാവുകയുണ്ടായി. പുറമേ കാണുന്ന മഞ്ഞു പാളികൾക്കടിയിൽ ദ്രാവക രൂപത്തിലുള്ള സമുദ്രങ്ങളുണ്ടെന്നും അവ ഊർജം നൽകുവാനായി ഹൈഡ്രോതെർമൽ വെന്റുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതും. നമ്മുടെ ഭൂമിയിൽ ജീവന്റെ അതിതുടുപ്പുകൾ രൂപം കൊണ്ടുവന്നത് സമുദ്രങ്ങളിലായിരുന്നു. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും തലമുറകൾ പിറകോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ അഥവാ ലൂക്ക എന്ന ജീവജാലത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും എല്ലാം പിൻഗാമിയായ ഈ ഓർഗാനിസം സൂര്യപ്രകാശത്തിൽ നിന്നും ആയിരുന്നില്ല ഊർജം കണ്ടെത്തിയിരുന്നത്. പകരം അതൊരു കീമോ ഓട്ടോട്രോപ്പായിരുന്നു. ഗ്രഹങ്ങളിൽ ഇന്റേണൽ ഹീറ്റ് രൂപം കൊള്ളുന്നത് കോറും അതിനെ വലയം വെക്കുന്ന മാഗ്മയും മറ്റ് പ്രതിഭാസങ്ങളും മൂലമാണെങ്കിൽ, ഉപഗ്രഹങ്ങളെ അത് രൂപം കൊള്ളുക വിവിധ ആകാശഗോളങ്ങൾ അതിൽ നടത്തുന്ന ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് വലിച്ചു നീട്ടലും ചുരുക്കപ്പെടലുകളും ഉണ്ടാകുന്നു. തന്മൂലം ഫ്രിക്ഷൻ രൂപം കൊള്ളുകയും സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ താപം രൂപം കൊള്ളുകയും ചെയ്യുന്നു. പക്ഷേ 2 പ്രതിഭാസങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമുദ്രങ്ങളുടെ അടിത്തട്ടിനെ ചൂടാക്കുകയും ഹൈഡ്രോതെർമൽ വെന്റുകൾ രൂപം കൊള്ളുകയും അതിനു ചുറ്റും ഒരു എക്കോസിസ്റ്റം രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ ഏറുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ സൾഫൈഡും മീഥേനും ഹൈഡ്രജനുമെല്ലാം ഊർജത്തിൻ്റെ ഉറവിടമായി മാറുകയും കീമോസിന്തസിസ് എന്ന പ്രക്രിയ വഴി ഊർജം ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയിൽ ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് ചുറ്റും ഒരു എക്കോസിസ്റ്റം രൂപം കൊള്ളുന്നത് പോലെ തന്നെ അതേ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന യൂറോപ്പിലും എൻസിലാഡസിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപഗ്രഹങ്ങളുണ്ടെങ്കിൽ അവിടെയും ഇന്ന് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത ഈ സമയത്ത് കൂടി മൈക്രോബുകളുടെ രൂപത്തിലാണെങ്കിലും ഒരു എക്കോസിസ്റ്റം രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കസീനി ഹൈജീൻസ് കണ്ടെത്തിയ ഓർഗാനിക് മോളിക്യൂളുകളെല്ലാം ഒരുപക്ഷെ അതിൻ്റെ ബാക്കി പത്രവും ആയിരിക്കാം. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത യൂറോപ്പയും എൻസിലാഡസും മാത്രമല്ല, നമ്മൾ ജീവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കടന്നു വരുന്നത് ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഭൂമിയിൽ നമുക്ക് അനുയോജ്യമായി വന്ന സാഹചര്യങ്ങൾ ഇതായിരുന്നുവെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും അവർക്ക് അനുയോജ്യമായി വന്ന സാഹചര്യങ്ങളിൽ ജീവൻ രൂപം കൊള്ളുവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനും ആകുകയില്ല. വളരെ ചെറിയ ഉദാഹരണത്തിന്, സമുദ്രത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളും കരയിൽ ജീവിക്കുന്ന മനുഷ്യനെയും പോലെ ഇവ രണ്ടും രൂപം കൊണ്ടുവന്നത് ഒരേ പൂർവികരിൽ നിന്നുമാണെങ്കിലും എവല്യൂഷൻ എന്ന പ്രക്രിയ അവരെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുവാനായി പ്രാപ്തരാക്കിയതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥത്തിൽ സാറ്റേണിൻ്റെ ഉപഗ്രഹമായ ടൈറ്റനെ പോലുള്ള ആകാശഗോളങ്ങളിൽ വളരെ കട്ടിയുള്ള അന്തരീക്ഷവും ദ്രാവക രൂപത്തിലുള്ള മീഥേൻ്റെ സമുദ്രങ്ങളും കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ടൈറ്റനിൽ മീഥേൻ ബേസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഒരു കാലത്ത് അവിടെ രൂപപ്പെട്ടു വരികയില്ല
എന്ന് പറയുവാനേ നമുക്കൊരിക്കലും സാധിക്കുകയുമില്ല. അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമേഡിലും ജീവനുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഐസ് പാളികളാൽ നിർമ്മിതമായ ഗാനിമേഡിൻ്റെ മഞ്ഞുപാളികൾക്കടിയിലും സമുദ്രങ്ങളിൽ ജീവനുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജീവൻ എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രം രൂപം കൊണ്ടുവന്ന ഒന്നാണ്? അതോ ഭൂമിയെപ്പോലെ തന്നെ അനേകം ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ജീവജാലങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ. എല്ലാവരും നല്ലൊരു ദിവസം നേരുന്നു.